തൊണ്ടിമുതൽ തിരിമറി കേസിലെ ശിക്ഷാവിധിക്കെതിരായ ആന്റണി രാജുവിന്റെ അപ്പീൽ പരിഗണിക്കുന്നത് 24ലേക്ക് മാറ്റി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് അപ്പീൽ പരിഗണിക്കുക. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരി, ഇപ്പോൾ തൊണ്ടിമുതൽ തിരിമറി കേസിൽ ആന്റണി രാജു അപ്പീൽ നൽകിയിരിക്കുകയാണ്. അപ്പീലിൽ തനിക്ക് അനുകൂലമായ വിധിയുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ കൂടി നിശ്ചയിക്കുന്ന കേസാണ്. പക്ഷേ കേസ് പരിഗണിക്കുന്നപ്പോൾ കോടതി മാറ്റിയിരിക്കുന്നു. വിശദാംശങ്ങൾ സ്മൃതി, ഇതിൽ സെഷൻസ് കോടതിയാണ്, തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇത് പരിഗണിക്കേണ്ടിയിരുന്നത്. ഇന്നിപ്പോൾ കേസെടുത്ത് അടുത്ത ദിവസത്തേക്ക്, അതായത് 24-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നിലവിൽ ഇന്നിപ്പോൾ വാദമൊന്നും കേൾക്കാൻ കോടതി തയ്യാറായിട്ടില്ല. 24-ന് വിശദമായിട്ട് തന്നെ വാദം കേൾക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് 2 ഉപഹർജികൾ അടക്കമുള്ള അപ്പീലാണ് ആന്റണി രാജു നൽകിയിട്ടുള്ളത്. ഒന്ന്, ശിക്ഷാവിധി റദ്ദാക്കണം എന്നുള്ള കാര്യം. മറ്റൊന്ന്, തന്നെ കുറ്റക്കാരനാക്കി വിധിച്ചിട്ടുള്ള നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ ആ വിധി അത് പുനഃപരിശോധിക്കണം എന്നീ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 2 ഉപഹർജികൾ കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന വാദങ്ങൾ, അതിൽ പ്രതിഭാഗം ഉന്നയിച്ചിട്ടുള്ള, അതായത് ആന്റണി രാജുവും ആദ്യ പ്രതിയായിട്ടുള്ള KS ജോസും ഉന്നയിച്ചിട്ടുള്ള വാദങ്ങൾ കൃത്യമായി കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല. കേസിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രതികൾ തങ്ങളായിരുന്നില്ല, പിന്നീടാണ് അതിൽ പ്രതികൾ മാറിയത്. അത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ് എന്നതടക്കമുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടുകൂടിയാണ് അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നേരത്തെ ഈ വാദിഭാഗം, അതായത് പ്രോസിക്യൂഷനും സമാനമായ രീതിയിൽ അപ്പീൽ പോകുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ നടത്തിയിരുന്നു. ഇതിന്റെ ഒരു പ്രാരംഭ റിപ്പോർട്ട്, അതായത് പ്രോസിക്യൂഷന്റെ ഒരു റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഈ ഏതെങ്കിലും നിലയിൽ പ്രോസിക്യൂഷൻ അപ്പീൽ പോകുന്നതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതായത് ശിക്ഷ പര്യാപ്തമല്ല, 3 വർഷം മാത്രമാണ് അതിൽ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടത്, അത് പക്ഷേ പര്യാപ്തമല്ല എന്നുള്ള നിലയിലാണ് പ്രോസിക്യൂഷൻ അതിലെ കാണുന്നത്. അവർ അതേക്കുറിച്ച് ആലോചിക്കുന്നതിനിടെ, അല്ലെങ്കിൽ സർക്കാരിന് മുന്നിൽ അങ്ങനെ ഒരു റിപ്പോർട്ടുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് ആന്റണി രാജു അപ്പീൽ പോയത് എന്നുള്ളത് കൂടിയാണ് ഇതിനകത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ ആന്റണി രാജു മാത്രമല്ല, ആദ്യ പ്രതിയായിട്ടുള്ള KS ജോസ് കൂടി അപ്പീൽ നൽകിയിട്ടുണ്ട്. അവർ ഒരേ അഭിഭാഷകർ മുഖേനയാണ് ഇവർ ഈ സെഷൻസ് കോടതിയിൽ അപ്പീൽ ഇന്നലെ ഫയൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ 24-ാം തീയതി, ഇനിയിപ്പോൾ കേസ് 24-ാം തീയതി പരിഗണിക്കുന്ന സമയത്ത് ആന്റണി രാജുവിന്റെയും KS ജോസിന്റെയും അഭിഭാഷകരുടെയും പ്രോസിക്യൂഷന്റെയും വാദഗതികൾ കോടതി പരിശോധിക്കും. ഇപ്പോൾ നിലവിൽ അവർ പ്രതീക്ഷിക്കുന്നത് പ്രകാരം ഈ സെഷൻസ് കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല നിലപാടുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള ഒരു ആലോചന കൂടി ഇതിന് ശേഷം, സെഷൻസ് കോടതിയിൽ നിന്നുള്ള തീരുമാനത്തിന് ശേഷം ആലോചിക്കുന്നുണ്ട്. എന്തായാലും 1 മാസത്തെ സമയമാണ് ആന്റണി രാജുവിനും 1-ാം പ്രതി KS ജോസിനും ഇത് സംബന്ധിച്ച നെടുമങ്ങാട് കോടതി നൽകിയിട്ടുള്ളത്. ഈ അപ്പീൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ 1 മാസത്തിനുള്ളിൽ ഇതിന്റെ അപ്പീൽ നടപടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കണം. അതിനുശേഷം ഒരുപക്ഷെ ജയിൽവാസത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ്. അതിനിടയ്ക്ക് കോടതിയിൽ നിന്ന് അറസ്റ്റ് തടയുന്നതടക്കമുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ വരികയാണെങ്കിൽ മാത്രമാണ് പ്രതികളായ ആന്റണി രാജുവിനും KS ജോസിനും ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക. അല്ലാത്ത പക്ഷം സ്വാഭാവികമായിട്ടും ജയിലിലേക്ക്, അതായത് 3 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടത് കൊണ്ട് തന്നെ ജയിലിലേക്ക് പോകേണ്ടുന്ന ഒരു നിലയുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട്. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.